ഇപ്പോൾ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബജറ്റ്, മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനുള്ള അനുമതി അത് രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി തേടിയ ശേഷമായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിലേക്ക് പുറപ്പെടുക. രാവിലെ വസതിയിൽ നിന്നും എത്തിയ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലെത്തി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ആ ബജറ്റുമായി പുറത്തേക്ക് വന്നത്. ആ ബജറ്റ് ഉൾക്കൊള്ളുന്ന തുകൽസഞ്ചി മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടി. അതിനുശേഷമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാഷ്ട്രപതി ഭവനിലേക്ക് പുറപ്പെട്ടത്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള അവതരണ അനുമതി അത് ഉൾപ്പെടെയുള്ളത് രാഷ്ട്രപതിയിൽ നിന്ന് തേടും. അതിനുശേഷം ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിലേക്ക് പുറപ്പെടും. പാർലമെന്റിലെത്തി അവിടെ ക്യാബിനറ്റ് ചേർന്ന ശേഷമായിരിക്കും ലോക്സഭയിലേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റ് അവതരണത്തിനായി എത്തുക. ഏറെ ഉറ്റുനോക്കുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റാണ് മൂന്നാം മോദി സർക്കാരിന്റെ ഈ ആദ്യ ബജറ്റ് എന്നുള്ളത്. പല സംസ്ഥാനങ്ങളും പ്രതീക്ഷകൾ വയ്ക്കുന്നുണ്ട്. അതിൽ സ്വാഭാവികമായും കേരളം ഇത്തവണത്തെ ബജറ്റിൽ കൂടുതൽ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കഴിഞ്ഞ നാളുകളിൽ കേരളം കടന്നുപോയത്. അപ്പോൾ അതിന് പരിഹാരമാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് നിർണായകം.